പോർക്ക് റോസ്റ്റിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: പോർക്ക് 1 കിലോ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കിയത്, സവാള 2 എണ്ണം സ്ലൈസ് ചെയ്തത്, കറിവേപ്പില ധാരാളം, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, മസാലയ്ക്ക് ആവശ്യമായ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, എണ്ണ 3 ടേബിൾ സ്പൂൺ. പോർക്ക് ഞുറുക്കിയത് ഞാനൊരു പാത്രത്തിലേക്ക്, നമ്മൾ അടുപ്പിൽ വയ്ക്കാനുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി അതിലേക്ക് നമ്മുടെ മസാല കൂട്ടുകളും ഇഞ്ചി, വെളുത്തുള്ളി, സവാള അരിഞ്ഞത്, കറിവേപ്പില, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടിത് കൈകൊണ്ട് തിരുമ്മിയെടുക്കണം. അതിനുശേഷം ഇത് അടുപ്പിൽ വെച്ച് വേവിക്കാം. അതിലേക്കൊരു 50 ml വെള്ളം ഒഴിച്ച് വേണം അടുപ്പിൽ വയ്ക്കാൻ. മസാലകൾ ഇതിലേക്ക് ചേർക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇത് നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. ഇറച്ചിയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, മസാലക്കൂട്ടുകൾ ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി. ഇനി ചെയ്യേണ്ടത്, ഇതിലേക്ക് ഒരു 50 മില്ലി വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ്. വെന്തതിന് ശേഷം നമുക്കൊരു 3/4 വേവായി കഴിയുമ്പോൾ നമുക്കത് വാങ്ങി എണ്ണ ഒഴിച്ച് ചൂടാക്കി പാത്രത്തിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 50 മില്ലി വെള്ളം ഒഴിക്കാം. ഇനി ഇത് അടുപ്പിലേക്ക് വയ്ക്കാം. നമ്മളിത് അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞു. ഇനി ഇത് മൂടി വെച്ച് വേണം വേവിക്കാനായിട്ട്. മൂടി വെച്ച് നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ കാത്തിരിക്കും. നമുക്ക് ഈ മൂടി ഒന്ന് മാറ്റി നോക്കാം. നമ്മളിതിനകത്ത് വളരെ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിന്ന് ഇതൊന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ തീ കുറച്ച് വയ്ക്കുക. അപ്പോൾ ഇറച്ചിയിൽ നിന്ന് കുറച്ചും കൂടെ വെള്ളം ഇറങ്ങും. അത് ഇറങ്ങിക്കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുക. എന്നാലും ഒരുപാട് വേവിച്ച് കളയരുത്. നമുക്കൊന്ന് ഇളക്കാം. വെള്ളം പതുക്കെ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇറച്ചിക്കകത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മൂടി വെച്ചത് വേവുകയോളം നമുക്ക് കാത്തിരിക്കാം. ഒരുപാട് അങ്ങ് വേവിച്ച് കളയരുത്. ഒരു 3/4 വേവാകുമ്പോഴേക്കും നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി ഒരു പാനിലേക്ക് മാറ്റി നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നന്നായിട്ടിത് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പോർക്ക് ഒരു 3/4 വേവായി. ഞാനിനി തീ ഓഫ് ചെയ്യാണ്. നമ്മൾ ഇറച്ചി ഒരു 3/4 വേവാക്കി മാറ്റി വെച്ചു. ഇനി നമ്മൾ പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമുക്ക് അതിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ പോർക്ക് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നെയ്യ് എണ്ണയ്ക്കകത്ത് കിടന്ന് തിളയ്ക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കാനിടയുണ്ട്. അപ്പം വളരെ കെയർഫുള്ളായിരിക്കണം. നമ്മുടെ ദേഹത്തേക്കും കണ്ണിലേക്കും ഒക്കെ തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. കയ്യിലൊക്കെ വീണാൽ പൊള്ളുകയും ചെയ്യും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിരിക്കണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. നമ്മുടെ പോർക്ക് റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. സ്വാദിഷ്ടമായ പോർക്ക് റോസ്റ്റ് അല്ലെങ്കിൽ പോർക്ക് ഫ്രൈ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്രീതീസ് മന്ന കിച്ചൻ.